ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയുക, ശോഭനെയാണ്. ശോഭ ഭയങ്കര സങ്കടത്തിൽ അവിടെ ഇരുന്ന് കരയാണ്. അപ്പോൾ മുകുന്ദ മാഷ് അങ്ങോട്ടേക്ക് വന്നു. മാഷ് വന്നിട്ട്, എന്താ ശോഭ ഇത്, നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? ഇപ്പോഴത്തെ പിള്ളേരല്ലേ, പാറു പറഞ്ഞതൊന്നും നീ വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അതൊക്കെ വലിയ കാര്യമാണോ? പഴയ കാലമൊന്നും അല്ല. മക്കൾക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കണം എന്ന് വാശി പിടിച്ച നടക്കണമെന്നുണ്ടോ? മറ്റാരെങ്കിലും ആണെങ്കിൽ ഞാൻ അത് സഹിച്ചേനെ. ഇത് ഇന്ദ്രൻ തന്നെയാ അനിയനെ ഇറക്കിയിരിക്കുന്നത്. എത്ര പറഞ്ഞിട്ടും അവക്കങ്ങ് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ മാഷേ. അതാ എന്റെ സങ്കടം. ഈ ബന്ധം ഒരിക്കലും നടക്കില്ല. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എല്ലാം അറിഞ്ഞിട്ടും അവൾ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ചെന്ന് പെട്ടത് എങ്ങനെയാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല മാഷേ. അപ്പൊ അത് പറഞ്ഞാണ്, അതിന്റെ ഭാവി എന്താകും എന്ന് ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല മാഷേ എനിക്ക് എന്ന് പറഞ്ഞു. അതെ, പല്ലവിയുടെ ജീവിതമേ ഇങ്ങനെയായി. പാറുവിന്റെ ജീവിതം കൂടി ഇങ്ങനെ നശിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല മാഷേ. ഇപ്പൊ അതിനു വേണ്ടി എന്തുണ്ടായെന്ന നീ ഈ പറയണത്? ഇങ്ങനെയൊന്നും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വരട്ടെ ശോഭേ. അല്ല, നമ്മൾ പറഞ്ഞതുപോലെ അവൻ നമ്മൾ കരുതുന്നത് പോലെ ഒരു ബന്ധമല്ല എന്നാണല്ലോ പാറു പറയുന്നത്. അതുപോലെ അവള് പറയുന്നതാണെങ്കിലോ ശരി, നമുക്ക് നോക്കാം. താൻ ഇങ്ങനെ കിടന്ന് വിഷമിക്കാതെ. വിവാഹമൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. വേണമെങ്കിൽ ഉപദേശിക്കാം. അല്ലാതെ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരല്ലേ. നാട്ടും പുറത്താ ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷേങ്കില് എന്താ പറയാ, നിങ്ങളെപ്പോലെ വിശാലമായി ചിന്തിക്കാനൊന്നും എനിക്ക് കഴിയില്ല മാഷെ, അറിയാലോ. അതെ, പണ്ട് കാലത്തെ പോലെ അച്ഛമ്മമാര് പറയുന്നത് പെൺകുട്ടികൾ അനുസരിക്കണം. അങ്ങനെ കണ്ട ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നതും ഞാൻ ശീലിച്ചതും അങ്ങനെ തന്നെയാ. അതങ്ങനെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഒന്ന് ഞാൻ തീർത്തു പറയാം, വിശ്വജിത്ത് ഒരിക്കലും നമ്മുടെ മോളെ വിവാഹം കഴിക്കില്ല. അത് ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കരുത് മാഷെ. ചത്താലും നമ്മൾ ചത്താ പോലും സമ്മതിക്കരുത്. സമ്മതിച്ചാല് മറ്റൊരു ദുരന്തം കൂടി നമ്മൾ കാണേണ്ടി വരും. പെൺമക്കളായപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പൊന്നുപോലെ രണ്ടിനെയും വളർത്തി. പക്ഷേങ്കില് എന്നിട്ട് തിരിച്ചു തന്നത് എന്താ മാഷേ? പറ. മനസമാധാനക്കേട് മാത്രം. നേരത്തെ എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ? ഇപ്പാണ് ശരിക്കും അറിയാതെ പോലും ആരോടും ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലല്ലോ മാഷേ. പിന്നെ എനിക്ക് മാത്രം എന്താ എനിക്ക് ഇങ്ങനത്തെ ഒരു വിധി? വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ശരിയാവണം. അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം മാഷെ എന്ന് പറഞ്ഞിട്ട് ശോഭ അങ്ങണീറ്റ് പോവാണ്. അപ്പൊ മാഷിന് എന്തോ പോലെ ആയിപ്പോയി കേട്ടോ. ആൾക്കാകെ വിഷമത്തിലായിപ്പോയി. പിന്നെ കാണുന്നത് ഇന്ദ്രനെയും നിഖിലിനെയാണ്. അപ്പൊ വേഗം തന്നെ, ആദ്യം ഉണ്ടായിരുന്ന താല്പര്യം നിനക്ക് ഇപ്പൊ കാണണമില്ലല്ലോ. കാരണം അവന്തിക, അവളുടെ ആറ്റിറ്റ്യൂഡ് എന്താ ശരിയല്ല നിഖിലെ? അതെ, അവളും അതെ, അവളുടെ വീട്ടുകാരും അതെ. എന്താന്ന് വെച്ചാല് ഒരു തരത്തിലും അവർ പിടിതരുന്ന ലക്ഷണമില്ല. എനിക്ക് എത്ര സ്ത്രീധനം തരുമെന്ന് പോലും അവരാരും ഒന്നും പറയുന്നില്ല. ചോദിക്കുമ്പോ ഓരോരുത്തരും തൊടു ന്യായങ്ങളൊക്കെ പറഞ്ഞ് അവരൊഴിഞ്ഞു മാറുക. എന്തിനാടാ സ്ത്രീധനം? അവള് തന്നെ ഒരു ധനമല്ലേടാ, പിന്നെന്തിനാ? ദേ, മാധവ മേനോന്റെ സ്വത്തുക്കളുടെ ഒരു ഓഹരി അവൾ കൂടി അവകാശപ്പെട്ടതല്ലേടാ. അത് പോരേടാ നിനക്ക്. പക്ഷെ അതൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ഇന്ദ്ര. എന്തെന്ന് വെച്ചാലേ, ഓഹരി വേണ്ട എന്ന് അവൾ എഴുതി കൊടുക്കില്ല എന്ന് എന്താ ഇത്ര ഉറപ്പ് എന്ന് ചോദിച്ചു. ഞാൻ അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചു. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ശേ, നീ മണ്ടത്തരം പറയല്ലേ എന്റെ നിഖിലേ. നീ എന്താ പറയണത്? സ്വർണ്ണമുട്ട ഇടുന്ന താറാവാട്ടോ അവള്. അവളെ കൊല്ലുവല്ലടാ ചെയ്യേണ്ടത്. എന്ത് വില കൊടുത്തും നീ ഈ കല്യാണം നടത്തണം. അതാ നീ ചെയ്യേണ്ടത്. കല്യാണം കഴിയുമ്പോ നീ നിന്റെ ഡിമാൻഡ് അവതരിപ്പിക്കണം. പക്ഷെ അവര് കേട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചു. എടാ, അപ്പ നിനക്ക് ഡിവോഴ്സ് ചെയ്യാലോ. എന്തിനാ വെറുതെ? അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. കേസ്, കോടതി, പിന്നെ അവളെ സഹായിക്കാൻ നല്ല വക്കീലന്മാര് വരും. പോരാത്തതിന് ആ സേതുവും. എന്റെ പൊന്നോ, ഒന്നും പറയണ്ട. പെടാൻ പോകുന്നത് ചിലപ്പോ ഞാനായിരിക്കും. ശരി, അപ്പൊ ഇന്ദ്രനൊരു ബുദ്ധി. എടാ, ഇന്ന് ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. നീ അതുപോലെ ചെയ്യ. നിനക്ക് വേണ്ടത് കാശല്ലേ? അതെ, എനിക്ക് വേണ്ടത് കാശാണ്. നീ ചോദിക്കുന്ന പണം ഞാൻ തരും. അയ്യോ, പക്ഷെ നീ അവളെ വിവാഹം കഴിക്കണം. എടാ, അവളെ ഞാൻ കിട്ടുന്നതിന് നീ എന്തിനാടാ എനിക്ക് പണം തരുന്നത്? പറയാം. അതെ, അവള് നിന്റെ അമ്മായിയുടെ മോളൊന്നും അല്ലല്ലോ. എടാ, പറയുന്ന കേക്ക്. 100 രൂപ മുടക്കിയാൽ മിനിമം 110 തിരിച്ചു കിട്ടണം. അതാ എന്റെ ഒരു പോളിസി. അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ അവക്ക് വേണ്ടിയിട്ട് കാശ് മുടക്കുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും ഒരു ലാഭം കൂടി കണ്ടിട്ടായിരിക്കും എന്ന് ഉറപ്പല്ലേ? അതുകൊണ്ട് പറയാം. ദേ, പ്ലാനൊക്കെ ഞാൻ പറഞ്ഞു തരാം.
നീ ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം കേട്ടോ. നിനക്ക് സമ്മതമാണ് എങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. എന്താ അത് പ്ലാൻ എന്താന്ന് നീ പറ എന്ന് പറഞ്ഞു. അമ്മ കുറച്ച് ദിവസം നേരം നിന്നിട്ട് ഇന്ദ്രൻ രഹസ്യമായിട്ട് ഇവനോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. എന്തു പറയുന്നു? ശരി, സമ്മതം, എല്ലാം എഗ്രി, എനിക്ക് കാശ് മാത്രം മതി, ഒക്കെ മാറരുത്. ഇല്ലടാ, ഉറപ്പാണല്ലോ, ഉറപ്പിക്കാം ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു. ചേസ് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് എന്നാ ശരിടാ പിന്നെ കാണാം എന്ന് പറഞ്ഞ ഇവന്മാർ രണ്ടുപേരോട് അങ്ങോട്ടേക്ക് പിരിയാണ്. അപ്പൊ ഇവന്മാര് പോകുന്നത് പെട്ടെന്ന് ഹരി കണ്ടു കേട്ടോ. നിഖിലല്ലേ അത്? അപ്പൊ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പാസ് ചെയ്യുന്നതായിരുന്നു. ഹരി നിർത്തിയേട്ടാ എന്ന് പറഞ്ഞു വണ്ടി നിർത്തി നോക്കിയപ്പം ഇന്ദ്രനെയും കണ്ടു, അതുപോലെ തന്നെ നിഖിലിനെയും കണ്ടു. ഇത് ഇന്ദ്രനും നിഖിലുമാണല്ലോ എന്നൊരു സംശയം നമ്മുടെ ഹരിക്ക് വന്നു കേട്ടോ. ആയിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് അച്ചുവിന്റെ വിവാഹം നടക്കുന്നതും അതിനുശേഷം അവരുടെ ഹണിമൂണും അല്ലെങ്കിൽ അവരുടെ ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചാണ് കാണുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേനും അച്ചു ഭയങ്കര നാണത്തോടെ വന്നു, പാലൊക്കെ ആയിട്ട് വരുന്നു. നിഖിലിനെ കൊടുക്കുമ്പോഴത്തേനും നിഖില് നിൽക്കുക കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നീ കുടിക്കുക എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഫസ്റ്റ് നിഖിൽ കുടിക്കണം എന്ന് പറഞ്ഞു അച്ചു. അതനുസരിച്ച് കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് ഡോറിൽ ആരോ മുട്ടുന്നത്. അപ്പൊ വേഗം ചെന്ന് വാതിൽ തുറന്നു. അപ്പോൾ അതെ, ഇപ്പൊ ഹോട്ടൽ മുറിയിലാണ് ഫസ്റ്റ് നൈറ്റ് നടത്തണമെന്ന് നിർബന്ധം പിടിച്ചതിന്റെ കാരണം നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇന്ദ്രനാണ് കേട്ടോ. അത് നിനക്കുള്ളതാ, നിന്റെ സമ്മാനം എന്ന് പറഞ്ഞ് കുറെ പണം നിഖിലിന് കൊടുക്കുകയാണ്. അപ്പൊ അത് വാങ്ങി. അപ്പൊ എങ്ങനെ, പോവല്ലേ? അതെ, പോവ തന്നെയാണ്. ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു. ഹാപ്പി മൊമെന്റ്സ്, എൻജോയ് മാൻ എന്ന് പറഞ്ഞ് ഇവൻ പൈസയും വാങ്ങിക്കൊണ്ട് നിഖില് അങ്ങ് പോകുന്നു. അപ്പൊ ഇന്ദ്രൻ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ട് നമ്മുടെ അച്ചുവിന്റെ കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്, പേടിച്ച് വരണ്ട്. ഇവ പാലൊക്കെ എടുത്ത് അച്ചുവിന് നേരെ നീട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ട് അച്ചു പേടിച്ച് വിറച്ച് ഓടുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ സേതു സ്വപ്നം കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് സേതു ഭയങ്കര ഇതില് ചാടി എഴുന്നേറ്റിട്ട് ആകെ, എന്റെ ഈശ്വര, സ്വപ്നമായിരുന്നോ? ആൾക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. നേരെ ഫോൺ എടുത്തു, ഹരിയെ വിളിച്ചു. എന്താ സേതുവേട്ടാ എന്ന് ചോദിച്ചോ. എടാ, നീ ആ നിഖിലിനെയും അതുപോലെ തന്നെ ഇന്ദ്രനെയും കണ്ടു എന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? ഞാനൊരു സ്വപ്നം കണ്ടടാ എന്ന് പറഞ്ഞു. അവര് തന്നെയല്ലേ? നീ ഉറപ്പിച്ചതല്ലേ? അവര് തന്നെയാണോ? അവര് തന്നെയാ. അല്ല, അവര് തന്നെയാ എന്ന് പറഞ്ഞു. എന്തേ? എടാ, എന്തോ അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു അപകടം, ഈ കല്യാണം അത് വേണ്ട അച്ചു, എനിക്ക് സമാധാനമില്ലടാ എന്ന് പറഞ്ഞു. എന്റെ അനിയത്തിയല്ലേടാ, അവള് ചതിക്കപ്പെടാൻ ഒരിക്കലും പാടില്ലല്ലോ. അങ്ങനെ സംഭവിക്കോ സേതുവേട്ടാ? പ്രതാപൻ സ്വന്തം അമ്മാവനല്ലേ, ഈ അടുത്തല്ലേ, അങ്ങനെ ചതിക്കാൻ കൂട്ട് നിൽക്കുവോ? എനിക്ക് ആരെയും വിശ്വാസമില്ല, അങ്കിളിനെയും ആന്റിനെയും, അങ്ങനെ ആരെയും എനിക്ക് വിശ്വാസമില്ല. ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ, എന്താണെങ്കിലും ഞാനൊന്ന് അന്വേഷിക്കാം രഹസ്യമായിട്ട്. അതിനുശേഷം നമുക്ക് എന്താ നിഖിലും ഇന്ദ്രനും തമ്മിൽ ബന്ധമുണ്ടായെങ്കിൽ നമുക്കതനുസരിച്ച് നമുക്ക് ടെൻഷൻ അടിച്ചാൽ മതിയല്ലോ എന്ന് പറയണം ഹരി. അത്ര നല്ല സ്വപ്നമൊന്നുമല്ല ഞാൻ കണ്ടത്. അതെ, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വിഷമിക്കാതെ സേതുവേട്ടാ എന്ന് പറഞ്ഞു. അവ ആശ്വസിപ്പിച്ചു കേട്ടോ. എന്നിട്ട് സേതുവിന് ഉറക്കമൊന്നും വന്നില്ല. അപ്പൊ സേതു നേരെ ഹോളിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഈ നിഴല് കണ്ടപ്പോ ശരിക്കും പല്ലവി ഒന്ന് ഞെട്ടിപ്പോയി. അപ്പൊ സേതുവിന്റെ അടുത്തേക്ക് വന്നു പല്ലവി. കോളേജിൽ എന്തോ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സേതുവിന് ഇത് ഉറങ്ങിയില്ലേ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതാ ഇങ്ങ് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറ്റി സേതുവേട്ടാ? എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് പല്ലവി. അച്ചു, എനിക്ക് 3 പേരാ എനിക്ക് അനിയത്തിമാരായിട്ടുള്ളത്. അതില് എനിക്ക് ഏറ്റവും അടുപ്പവും ഏറ്റവും സ്നേഹവും എന്റെ അച്ചുവിനോടാ. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയണത്? മനസ്സിലായില്ല? അതെ, അതൊന്നുമല്ല. അപ്പൊ പല്ലവിയുടെ മുഖത്ത് നോക്കിയിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് സേതു. ചെയ്യുന്നതൊക്കെ ശരിയാണോന്ന് എനിക്കൊരു സംശയം പല്ലവി. ഈ കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ട ഒന്നാണല്ലോ. അതാ ഒരുപാട് കൂട്ടിയും കഴിച്ചും വേണം അത് നടത്താനായിട്ട്. എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്ത് പറ്റി സേതുവേട്ടാ? എന്താ കാര്യം എന്നിങ്ങനെ ചോദിച്ചു. എന്താന്നറിയില്ല, ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ, എന്റെ രീതി അത്. എന്തോ മനസ്സിനൊരു വല്ലാത്ത ആകുലതകളും ആവശ്യമില്ലാത്ത ചിന്തിച്ച് കൂട്ടുന്നു ഞാൻ. സാരമില്ല, എനിക്ക് മനസ്സിലായി എന്താ കാര്യമെന്നൊക്കെ. അതൊന്നും ചിന്തിക്കണ്ട. രാവിലെ പ്രതാപനങ്ങൾ വന്നത് അറിഞ്ഞൂലേ? അതൊന്നും കാര്യമാക്കണ്ട. പുള്ളിക്ക് സ്ത്രീധനം ചോദിക്കരുതെന്ന് ഞങ്ങൾ 3 പേരും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളി അങ്കിളിന് ചോദിക്കൂട്ടോ, ചോദിക്കാതൊന്നും ഇരിക്കില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ചോദിച്ചറിഞ്ഞാലേ മൂപ്പർക്കൊരു സമാധാനമാകുള്ളൂ. ാണ് അച്ചു വരുന്നത്. അപ്പൊ അച്ചു വന്നപ്പം, ആഹാ, ഇതെന്ന് രണ്ടാളും കിടക്കാത്തത് എന്ന് ചോദിച്ചു. എന്റെ ദിവസം അടുത്ത് വരുമല്ലേ ഏട്ടാ. ദിവസമോ?
ആ കല്യാണം പിന്നെ പെൺകുട്ടികൾക്ക് രണ്ട് കല്യാണം, രണ്ട് ബർത്ത്ഡേ ആണല്ലോ. ഒന്ന് സ്വന്തം ജനിച്ച ദിവസം, അല്ലെങ്കിൽ പിന്നെ കല്യാണം നടത്തുന്ന ആ ദിവസം. അതിന്റെ പിന്നെ ആദ്യം കാണാതിരിക്കുവോ? ഇതുവരെ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്ന് വേറൊരു സാഹചര്യത്തിലേക്ക് പറിച്ചു നടണ്ടേ? മനസ്സും ശരീരവും ഒക്കെ അതിന്റെ ഒരു ടെൻഷൻ. പേടിയുണ്ടോ അച്ചൂന എന്ന് ചോദിച്ചു പല്ലവി. അറിയില്ല, പേടിയാണോന്ന് എനിക്കറിയില്ല ചേച്ചി. ഏട്ടാ, കല്യാണം ആർഭാടമായിട്ട് ഒന്നും വേണ്ട, ഒരുപാട് ക്ഷണിക്കുകയും ഒന്നും ചെയ്യണ്ട കേട്ടോ. എത്ര ലളിതമാക്കാൻ പറ്റുമോ അത്രയും ലളിതമായിട്ട് മതി നടത്താനായിട്ട്. ഏതെങ്കിലും അനാഥാലയത്തില് അന്നത്തെ ഉച്ചയൂണ് നമ്മുടെ വകയായിരിക്കണം. അതാ എന്റെ ആഗ്രഹം. മാധവമ്മേനോന്റെ മകളായതുകൊണ്ട് പകിട്ടും പത്രാസും ഒട്ടും കുറയരുത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് മാത്രമേ ഞാൻ പറയൂ. പകിട്ടിനും പത്രാസിലും അല്ല, അതിനുശേഷമുള്ള ജീവിതത്തിലാ കല്യാണത്തിന്റെ ഭംഗിയിരിക്കുന്നത്. അത് മതി ഏട്ടാ. അതുവരെ ആരും മനസ്സിലാക്കാറില്ല ഏട്ടാ. നമുക്ക് ആ തെറ്റു പറ്റരുത്, അതുകൊണ്ടാ ഞാൻ ഈ പറയണത് എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ സംസാരിച്ചോ എന്ന് പറഞ്ഞ് അച്ചു അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അച്ചുവിനെ ഓർത്ത് പിന്നെയും സേതുവിന് ആകെ ടെൻഷനാണ്. പാവം എൻ്റെ അച്ചുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് സേതുവിന് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളുടെ മനസ്സ് അവളുടേത്. അതെ, ശരിക്കും കല്യാണം എടുത്തപ്പോ അവക്ക് നല്ല പക്വതയായല്ലേ. സേതുവേട്ടൻ്റെ അനിയത്തിയല്ലേ, പിന്നെ പക്വത ഇല്ലാണ്ട് ഇരിക്കും അവക്ക്. കല്യാണം കഴിയുന്നത് വരെ എനിക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ ചെറുക്കനും പെണ്ണും സന്തോഷമായി ജീവിക്കുന്നു എന്ന് അറിയുന്നത് വരെ ഒരു എരിച്ചില്ല. അതെ, എങ്ങനെയെങ്കിലും ഒന്ന് ഭംഗിയാവും സേതുവേട്ടാ, സമാധാനമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് പല്ലവി ഇങ്ങനെ ആശ്വസിപ്പിക്കാട്ടോ. പക്ഷെ എങ്കിലും സേതുവിന് ഒരു സമാധാനവും ഇല്ല. സേതുവേട്ടൻ ഇങ്ങനെ ആശങ്കപ്പെടരുതേ, എല്ലാത്തിനും സമാധാനം ഉണ്ടാവും. സേതുവേട്ടൻ ഇങ്ങനെ സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞ് പല്ലവി ആശ്വസിപ്പിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പൂർണിമാമ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് കയറി വരുവാണ്. അപ്പോഴാണ് പ്രതാപന്റെ കോള് വരുന്നത്. എന്താ പ്രതാപ എന്ന് ചോദിച്ചു. ചേച്ചി എവിടെയാ? ഞാൻ വീട്ടില്. എന്താ ചേച്ചി ക്ഷേത്രത്തിൽ വന്നിരുന്നോ എന്ന് ചോദിച്ചു. വന്നിരുന്നു. ചേച്ചി എന്നാ പിന്നെ എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ? നമുക്ക് രണ്ടുപേർക്കും കുറച്ച് കാര്യങ്ങൾ ഒന്ന് കാണാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, കല്യാണം അടുത്തല്ലോ. എപ്പോഴും ഏതായി എങ്ങനെയായിരിക്കും എന്നൊന്നും പൂർണ്ണമായിട്ടൊരു പിക്ചർ കിട്ടിയിട്ടില്ല. എല്ലാം സേതു നോക്കുന്നുണ്ടല്ലോ, അതവൻ ഭംഗിയായിട്ട് ചെയ്തോളും. അതാ ഇപ്പൊ എന്റെ പേടി എന്ന് പറഞ്ഞു. എന്റെ ചേച്ചി, അവൻ വേണ്ടതുപോലൊക്കെ ചെയ്യുവോ എന്ന് ചോദിച്ചു. അതെ, മാധവ മേനോന്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്തു വേണമല്ലോ ഈ കല്യാണം നടത്താനായിട്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയും മക്കളും രണ്ടാം കുടിയിലെയാ, അത് മറന്നു പോണ്ട. അങ്ങനെ അവൻ കാണുള്ളൂ. ആ ഒരു മാനസികാവസ്ഥ വെച്ച് സേതു പെരുമാറിയാൽ എല്ലാം കൊഴിയും. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അതെനിക്ക് നന്നായി അറിയാം. ചേച്ചി, അച്ചു ഒരു പാവാ. അതുകൊണ്ട് അല്ല, എന്തെന്ന് വെച്ചാൽ കല്യാണം വേണ്ടതുപോലെ ഭംഗിയായില്ലെങ്കിൽ കുത്തുവാക്കുകൾ മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് അച്ചു ആയിരിക്കുമല്ലോ. അത് മാത്രമല്ല, ഋതു ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യില്ല, സ്വാതി ആണെങ്കിലും അതും അങ്ങനെ മൈൻഡ് ചെയ്യില്ല. പക്ഷെ ചെറിയ കാര്യം പോലും സീരിയസ് ആയിട്ട് എടുക്കുന്നയാളാ. അപ്പൊ കുത്തുവാക്കുകൾ ഉണ്ടാവും അല്ലേടാ പ്രതാപ? അയ്യോ, എന്നല്ല ചേച്ചി ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. പലരും പലതരം ആൾക്കാരാണല്ലോ പ്രതാപ. ഞാനിപ്പോ ജീവിച്ചിരിക്കാൻ കാരണം തന്നെ ആരാണെന്നറിയോ? സേതുവാ. അവനെ ഞാനിവിടെ കുഴഞ്ഞു വീണപ്പോ എന്നെ കോരിയെടുത്ത അവൻ ആശുപത്രിയിൽ എത്തിച്ചത്. അന്ന് അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ പിന്നെ ഇപ്പോ ഞാൻ ഈ ജീവനോടെ ഇവിടെ കാണില്ലായിരുന്നു. മനസ്സിലായോ നിനക്ക്? അതുകൊണ്ട് അവനെ വിശ്വസിക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആഗ്രഹിക്കുന്നത് പോലെ ഈ കല്യാണം നടക്കും. പിന്നെ നന്നായിട്ട് നടന്നാലും കുറച്ച് മോശമായിട്ട് നടന്നാലും എനിക്ക് അത് ഞാൻ അങ്ങ് സഹിച്ചു എന്ന് പറഞ്ഞു. പ്രതാപൻ അട്ടികിട്ടിയ പോലായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കല്യാണമായി എന്ന് നീ ഓർമ്മിപ്പിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. അയ്യോ ചേച്ചി, അത് പിന്നെ അച്ചുവിന് ഞങ്ങൾ എന്ത് കൊടുക്കും എന്ന് നിനക്കറിയണം, അതല്ലേ? അത് തൽക്കാലം പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, അവൾക്ക് എന്താണോ അർഹതപ്പെട്ടത് അത് കിട്ടിയിരിക്കും എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പിന്നെ അതിനൊരു പണത്തൂക്കം പോലും അതിനൊരു കുറവും വരില്ല. അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഉരുളണ്ട നീ കൂടുതല്. എന്റെ അനിയനാണല്ലോ നീ എനിക്കറിയാം നിന്നെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വിളിക്കണം എന്നില്ല പ്രതാപ. എന്റെ വീട്ടിലെ നാഥൻ അത് എന്റെ മകൻ സേതുവാണ് എന്ന് പറഞ്ഞു. അവനാണ് കല്യാണം നടത്താൻ പോകുന്നത്. അവൻ നടത്തും, പിന്നെ അവനെ നടത്തൂ, മനസ്സിലായോ എന്ന് ചോദിച്ച് പൂർണിമാമ ഫോൺ അങ്ങ് വെച്ചു. എന്റെ പൊന്നോ,
പ്രതാപന്റെ ചെകിട് നോക്കി 2 ചെകിടത്തും അടിച്ച പോലെ ആയിപ്പോയി പ്രതാപന്. നാണക്കേട് ചമ്മലൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കണം. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.